ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണേ. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട്, ഒത്തിരി വെറൈറ്റി അല്ല, അപ്പോൾ അതിൻ്റെ അകത്തൊരു എക്സ്ട്രാ ഒരു സാധനം, മാങ്ങ ചമ്മന്തി. ഇത് കടുകിൻ്റെ ഇല, കടുക് കിളിപ്പിച്ചെടുക്കത്തില്ലേ, അതാണേ. അപ്പോൾ നമ്മൾ ശരിക്കും ചേർക്കേണ്ടത് ഇച്ചിരിയുടെ വലുതാകുമ്പോൾ ഉള്ള ഇലയാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ ഇവിടെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ഞാൻ എടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മാങ്ങ കഷ്ണം ആയിട്ട് മുറിച്ചതും, പിന്നെ കുറച്ച് ചുവന്നുള്ളി, പിന്നെ ചിരകിയ തേങ്ങയും കൂടി. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് അരകല്ല് അരയ്ക്കുന്നതാണ് ടേസ്റ്റ്. ഇവിടെ ഇപ്പോൾ അരകല്ലിലൊന്നും അരയ്ക്കാറില്ല. അപ്പം നമ്മളിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇടുക. പിന്നെ വെള്ളയ്ക്ക് ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ ചുവന്ന മുളക് പൊടി ഇടാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടിയും കൂടി ഇട്ട് അതിനാവശ്യത്തിന് ഉപ്പും കൂടെ ഒക്കെ ഇട്ട്, ഇത് കാശ്മീരി മുളക് പൊടി, അതാണ് ഇത്ര കളറേ. അപ്പോൾ ഇത്രയും കൂടി ഇട്ട് നമുക്ക് നരച്ചെടുത്ത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. യു പിയിലൊക്കെ ആണെങ്കിൽ ഈ കടുകിൻ്റെ ഇല മാത്രം ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കും. കടുകിൻ്റെ ഇല ഇച്ചിരി ഏറെ പറിച്ചുകൊണ്ട് വരും. പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയും കൂടെ എല്ലാം അടുത്ത് അരച്ച് ചമ്മന്തി ഉണ്ടാക്കും. എണ്ണയും അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ കടുകിൻ്റെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് തന്നേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, എന്നാലും എന്തോ ഒരു ചെറിയൊരു വ്യത്യാസം. കൊള്ളാം, നല്ല സൂപ്പറാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ തേങ്ങ അരച്ചു, ചോറിനാൻ പോവാണ്. അപ്പോൾ ചോറിന് ഇന്ന് കറി ഇച്ചിരി സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്, മെഴുക്കുവരട്ടിയും വെച്ചു, തോരനും വെച്ചിട്ടുണ്ട്, പിന്നെ ഈ ചമ്മന്തി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചമ്മന്തി മാത്രം കൂട്ടി നമുക്ക് ചോറിനാനും നല്ലതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബായ്, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു.